ഹായ് ഓൾ. അപ്പോൾ നമുക്ക് 19th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എടാ, ഈ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് എന്ന നമ്പർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എപ്പോഴും പറഞ്ഞത് കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിക്കാറ് ജോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഇവിടെ എന്താണ്, ഇതിലത്തെ കർവ് z ഇൻറ്റു 1 പ്ലസ് ഐ പ്ലസ് z ബാർ ഇൻറ്റു 1 മൈനസ് ഐ എന്താ 4 ആണ്. എന്താണ് z ഇൻറ്റു 1 പ്ലസ് ഐ പ്ലസ് z ബാർ ഇൻറ്റു 1 മൈനസ് ഐ, ഇതിന്റെ വാല്യൂ എന്താണ് 4 ആണ് അല്ലെ. ദാറ്റ് കർവ് ഡിവൈഡ്സ് ദ കർവ് മോഡ് z മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ 1 ഇൻറ്റു 2 പാർട്സ് ഓഫ് ഏരിയ ആൽഫ ആൻഡ് ബീറ്റ. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ. രണ്ട് കർവ് ഉണ്ട് അല്ലെ. ഒരു കർവ് ഇതാണ്, മറ്റേ കർവ് ആരാ മോഡ് z മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലെ. അവിടെ ഇവിടെ പറഞ്ഞാൽ എന്താ, ഈ കർവിനെ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ടിന്റെ ഏരിയ ആൽഫ ആണ്, മറ്റേ പാർട്ടിന്റെ ഏരിയ എന്താണ് ബീറ്റ ആണ്. അങ്ങനെ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം അതിന്റെ ഫിഗർ വരക്കണം അല്ലെ. ആ ഫിഗർ വരക്കണമെങ്കിൽ ആദ്യം അത് എന്ത് ഷേപ്പാന്ന് അറിയാം. കാരണം ഇത് കണ്ടാൽ എനിക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാവും. നമുക്ക് എല്ലാവർക്കും അറിയാം മോഡ് z മൈനസ് 3 ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് ഏത് ഫോമുല, മോഡ് z മൈനസ് z0 ഈക്വൽ 6 എന്ന ഫോമുല അല്ലേ അല്ലെ. മോഡ് z മൈനസ് z0 ഈക്വൽ 6 ആണെങ്കിൽ ഇത് സർക്കിൾ അല്ലേ. ആ സർക്കിളിൽ സെന്റർ ആരാ z0 അല്ലെ, റേഡിയസ് ആരാ 6 അല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതൊരു സർക്കിളാ അല്ലെ. ഇതൊരു സർക്കിളാ. സർക്കിളിൽ സെന്റർ എവിടെയാ 3 ആ. 3 നമ്മൾ 3,0 അല്ലേ. അപ്പൊ 3,0 സെന്റർ ആണ് അല്ലെ. റേഡിയസ് എന്താ 1 അല്ലേ. സോ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണെന്ത് ഇത് മോഡ് z മൈനസ് 3 1 എന്ന് പറഞ്ഞാൽ അല്ലെ. ഇനി ഇത് മോഡ് z മൈനസ് 3 1 അല്ല, ലെസ് ദാൻ 1 ആണ്. മോഡ് z മൈനസ് 3 ലെസ് ദാൻ 1 ആയി സർക്കിൾ ഉള്ളിലത്തെ പോർഷൻ അല്ലേ. ലെസ് ദാൻ ആയി ഉള്ളിലത്തെ പോർഷൻ, ഗ്രേറ്റർ ആണെങ്കിൽ പുറത്തെ പോർഷൻ. അപ്പൊ ഇത് ഉള്ളിലത്തെ പോർഷൻ ആണ്. അപ്പൊ അതിനെ ഒന്ന് വൃത്തിയായിട്ട് വലുതാക്കി വരച്ചാലേ ഇതാ ഇങ്ങനെ 3,0 സെന്റർ ആയിട്ടുള്ള റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളാണ്. റേഡിയസ് 1 ആണെങ്കിൽ ഈ പോയിന്റ് 4,0 ആവില്ലേ. ഇത് 3,0, ഇതെന്താ 2,0 അല്ലേ. നേരെ മുകളിൽ എന്ത് വരിക 3,1 അല്ലേ വരിക, റേഡിയസ് 1 ആണെങ്കിൽ. അത് കിട്ടി. ഓക്കെ, അപ്പൊ ഒരു കർവ് കിട്ടി. ഇതാണെന്ത്, ഇതിന്റെ ഉള്ളിലത്തെ പോർഷൻ ആണെന്ത് മോഡ് z മൈനസ് 3 ലെസ് ദാൻ ഒരു വേണമെന്ന് പറയാം. ഓക്കെ, ഇതെന്താ z ഇൻറ്റു 1 പ്ലസ് ഐ പ്ലസ് z ബാർ ഇൻറ്റു 1 മൈനസ് ഐ ഈക്വൽ 4 അല്ലെ. പക്ഷെ ഇത് കണ്ടാൽ അത് ലൈനാണോ കർവാണോ പരാബോളയാണോ ഹൈപ്പർബോള ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അറിയാത്തൊരു കർവ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, z നെ x പ്ലസ് ഐ വൈ എന്നുകൂടി സോൾവ് ചെയ്യുക ചെയ്യാം അല്ലെ. അപ്പൊ z നെ എന്താ ചെയ്യാം, പുട്ട് z ഈക്വൽ x പ്ലസ് ഐ വൈ. ഓക്കെ, അപ്പൊ z x പ്ലസ് ഐ വൈ ആണെങ്കിൽ ഇവിടെ എന്താ z ഇൻറ്റു, അപ്പൊ z ആരാ x പ്ലസ് ഐ വൈ ഇൻറ്റു 1 പ്ലസ് ഐ പ്ലസ് z ബാർ ആരാ x മൈനസ് ഐ വൈ ഇൻറ്റു 1 മൈനസ് ഐ ഈക്വൽ 4 അല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എന്താ വരാ, x ഇൻറ്റു 1 x ആണ്, x ഇൻറ്റു y എക്സ് ഐ ആണ് അല്ലെ. ഐ വൈ ഇൻറ്റു 1 വൈ ഐ പ്ലസ് x ഇൻറ്റു 1 അഗെയിൻ x ഇൻറ്റു മൈനസ് ഐ മൈനസ് എക്സ് ഐ മൈനസ് ഐ വൈ ഇൻറ്റു 1 മൈനസ് ഐ വൈ മൈനസ് ഐ വൈ ഇൻറ്റു മൈനസ് ഐ സ്ക്വയർ വൈ അല്ലേ. സോ മൈനസ് വൈ ഈക്വൽ എന്താണ് 4. അവിടെ വൈ ഐയും പോയി, എക്സ് ഐയും പോയി, ബാക്കി എന്താ എക്സ് പ്ലസ് എക്സ് 2x ആണ്. ദെൻ പിന്നെ ആരാ, ഒരു വൈൻ്റെ കുറവ് എവിടെയോ കാണുന്നുണ്ടല്ലോ. y ഇൻറ്റു 1 എക്സ് ഇൻറ്റു 1 ഐ വൈ ഇൻറ്റു ഏതെയ്തില്ല ഐ വൈ ഇൻറ്റു ഐ ഇല്ലേ, അത് മൈനസ് വൈ അല്ലേ. അത് ഇതിൽ അപ്പൊ എന്താ മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈ എന്താ മൈനസ് 2y ഈക്വൽ 4 അല്ലേ അല്ലെ. സോ മൊത്തമായിട്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക, മൊത്തമായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് മൈനസ് വൈ ഈക്വൽ 2 അല്ലേ അല്ലെ. അതായത് ഈ കർവ് ആരാണ്, എക്സ് മൈനസ് വൈ ഈക്വൽ 2 ആണ്. എക്സ് മൈനസ് വൈ ഈക്വൽ 2 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ അല്ലെ. ആ സ്ട്രെയിറ്റ് ലൈൻ ഏതിലൂടെ പാസ് ചെയ്യും, എക്സ് മൈനസ് വൈ ഈക്വൽ 2 എന്ന് പറഞ്ഞാലേ അത് 2,0 3,1 പാസ് ചെയ്യില്ലേ. ഇത് 2,0 ഇത് 3,1 അല്ലേ, 2,0 ഇത് 3,1 ഇതല്ലേ. അപ്പൊ അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇവര് ആര്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇതാണ് എക്സ് മൈനസ് വൈ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞെന്താണ്, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഇതാണ്, മറ്റേതല്ലേ അല്ലെ. അതിൽ ഒരു ഏരിയ ആൽഫയാണ്, മറ്റേ ഏരിയ ബീറ്റയാണ്. അത് ഏതാവട്ടെ, നമുക്ക് അവസാനം കാണുന്നത് ആൽഫ മൈനസ് ബീറ്റയുടെ മോഡുലസാ. അപ്പൊ ഏതാണ് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ വലിയ ആളെ ആൽഫ എടുത്തു, ഇതാണ് ആൽഫ, അപ്പൊ ഇതെന്താ ബീറ്റ അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിലേ ഒന്ന് ആലോചിക്കുക, ആൽഫ എന്ന് പറഞ്ഞ എന്താ, ഈ വലിയ ആളെന്ത് ആൽഫ, ഈ ചെറിയ ആളാണെന്ത് ബീറ്റ. ആൽഫ കാണണം, ബീറ്റ കാണണം. ഓക്കെ, ഞാൻ ആദ്യം ബീറ്റ കാണാണേ. ആദ്യം ബീറ്റ കാണാണ്. ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ അല്ലേ,
അല്ലെ? ആ ഏരിയ കാണാൻ വളരെ ഈസി മെത്തേഡ്. ഒന്നെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസ് യൂസ് ചെയ്യും, അതിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ ഈസി മെത്തേഡ് എന്താ? എടാ ഈ ഏരിയ നമുക്ക് കാണാലോ. ആ ഏരിയ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ സർക്കിൾ ഏരിയ അല്ലേ? അല്ലെ? എടാ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ അല്ലേ? അപ്പൊ ഈ കാണുന്ന ക്വാർട്ടർ സർക്കിൾ പൈ ആർ സ്ക്വയർ ബൈ 4 അല്ലേ വരിക? അപ്പൊ ഇതിന്റെ ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ ബൈ 4 അല്ലെ? ആ പൈ ആർ സ്ക്വയർ ബൈ 4 ഈ ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചാ പോരെ അല്ലെ? അപ്പൊ എന്താ? പൈ ആർ സ്ക്വയർ ബൈ 4 ആറ് 1 ആണല്ലേ? അപ്പൊ പൈ ആർ സ്ക്വയർ ബൈ 4 പൈ ബൈ 4 ആണ്. അതിനെന്ത് ചെയ്യാ? ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കുറക്കുക. ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ് അല്ലേ? അവിടെ ഈ ലെങ്ത് 1 അല്ലേ? ഈ ലെങ്ത് 1 അല്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു 1 വേണം ഹാഫ്. ഇതാണ് ബീറ്റ വരിക. ഓക്കെ, ആ ബീറ്റ പൈ ബൈ 4 മൈനസ് 1/2. ഇനി ആൽഫ എന്താ? അവിടെ ആൽഫ കിട്ടാൻ വളരെ ഈസിയാ. ആൽഫ എന്ന് പറഞ്ഞ ഈ ടോട്ടൽ ഏരിയ ആണ് അല്ലേ? ഇതാണ് ആൽഫ. അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഈ ലൈന് ഈ സർക്കിളിനെ 2 ഡിവൈഡ് ചെയ്യും. ഒരു ഏരിയ ആൽഫ, മറ്റേ ഏരിയ ബീറ്റ അല്ലെ? ആ ബീറ്റ ഇട്ട് ഇനി ആൽഫ കിട്ടാൻ വളരെ ഈസി അല്ലേ? ഈ സർക്കിളിന്റെ ഏരിയന്ന് അല്ലെ ഈ ഏരിയ കുറച്ചാൽ ആര് കിട്ടി? ആൽഫ കിട്ടിയില്ലേ? സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ഇൻറ്റു 1 സ്ക്വയർ പൈ അല്ലെ? മൈനസ് ഈ ഏരിയ കുറച്ചാ പോരെ, ആ ഏരിയ എന്താ? ബീറ്റ അല്ലേ? ബീറ്റ കുറക്കുക അല്ലെ? അപ്പൊ എന്താ? ആൽഫ ഈക്വൽ പൈ മൈനസ് ബീറ്റ ആടാ പൈ ബൈ 4 മൈനസ് 1/2 അല്ലെ? എന്താ? ആൽഫ ഈക്വൽ പൈ മൈനസ് പൈ ബൈ 4 3/4 അല്ലെ? 3 പൈ ബൈ 4 മൈനസ് ഓഫ് മൈനസ് 1/2 എന്താ? പ്ലസ് 1/2 അല്ലെ? സോ ആൽഫ കിട്ടി, ബീറ്റ കിട്ടി അല്ലെ? ഇനി എനിക്ക് വേണ്ട എന്താ? മോഡുലസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ അല്ലെ? എന്താണ് അവിടെ ആൽഫ മൈനസ് ബീറ്റ വരിക? വാട്ട് ഈസ് ആൽഫ മൈനസ് ബീറ്റ? ആൽഫ ആരാ? സോറി, ആൽഫ ആരാണ് അവിടെ? 3 പൈ ബൈ 4 പ്ലസ് 1/2 മൈനസ് ബീറ്റ ആരാ? പൈ ബൈ 4 മൈനസ് 1/2. 3 പൈ ബൈ 4 മൈനസ് പൈ ബൈ 4 2 പൈ ബൈ 4 അല്ലേ? 2 ബൈ 4 എന്താ? പൈ ബൈ 2. 1/2 മൈനസ് ഓഫ് 1/2 പ്ലസ് 1/2 അല്ലേ? 1/2 പ്ലസ് 1/2 എന്താ? 1 അല്ലെ? സോ ആൻസർ എന്താ? പൈ ബൈ 2 പ്ലസ് 1 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, വലിയ സംഭവം ഒന്നുമല്ല, നമുക്ക് അറിയുന്ന ക്വസ്റ്റൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. കോംപ്ലക്സ് നമ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണ്. സോ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും. ഓക്കെ, താങ്ക് യു.